ഇറാൻ പ്രസിഡന്റ് അവരുടെ അടുത്ത പരമോന്നത നേതാവ് ആര് എന്നതിൻ്റെ ഉത്തരം തീവ്ര നിലപാടുകളുടെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ വിമർശന വിധേയൻ, US-ൻ്റെയും ഇസ്രയേലിൻ്റെയും കണ്ണിലെ കരട്. ആരാണ് ഇബ്രാഹിം റൈസി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖൊമാനിയുമായി അടുപ്പമുള്ള റൈസി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കെയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ ആകസ്മിക നിര്യാണം. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടയാളാണ്. 2017 നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചെങ്കിലും അന്നത്തെ പ്രസിഡന്റായ ഹസൻ റുഹാനിയോട് പരാജയപ്പെട്ടു. തീവ്ര നിലപാടുകാരനായിരുന്ന റൈസി 2019 മാർച്ചിലാണ് ജുഡീഷ്യറിയുടെ മേധാവിയായി നിയമിതനായത്. ഇദ്ദേഹത്തിനെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ US ഉപരോധം നിലനിൽക്കുന്നുമുണ്ട്. 15-ാം വയസ്സിൽ പ്രശസ്തമായ മതപാഠശാലയിൽ പഠനത്തിന് ചേർന്ന ഇദ്ദേഹത്തിന് നിരവധി മുസ്ലിം പണ്ഡിതന്മാരുടെ കീഴിൽ പഠിക്കാൻ അവസരം ലഭിച്ചിരുന്നു. വിവിധ നഗരങ്ങളിൽ പ്രോസിക്യൂട്ടറായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം പിന്നീട് തലസ്ഥാനമായ ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി നിയമിതനായി. 83-ൽ ജമീലെ അലമോൽ ഹദ്ദയെ വിവാഹം ചെയ്തു. ഇവർക്ക് 2 പെൺമക്കളുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ നിശിത വിമർശനത്തിന് വിധേയനാകേണ്ടി വന്ന ചുമതലയിലേക്ക് വരുന്നത് 1988-ലാണ്. രാഷ്ട്രീയ തടവുകാരുടെ വധശിക്ഷയിൽ തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായി ഇദ്ദേഹം. ഇതേ തുടർന്നാണ് പിൽക്കാലത്ത് US റൈസിക്ക് ഉപരോധം പോലും ഏർപ്പെടുത്തിയത്. 5000-ത്തിലധികം പേരെ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് 1990-ലെ ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 89-ൽ ഇറാൻ്റെ ആദ്യത്തെ പരമോന്നത നേതാവ് അയത്തുല്ല റുഹുല്ല ഖൊയ്മയുടെ മരണത്തിന് ശേഷം ടെഹ്റാനിലെ പ്രോസിക്യൂട്ടറായി നിയമിതനായി. പിന്നീട് നിലവിലെ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖൊമേനിയുടെ കീഴിൽ പടിപടിയായി വളർന്നു. ഇറാൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിലേക്കുള്ള കടന്നുവരവിന് അടിസ്ഥാന ശിലയിട്ട മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന അസ്താൻ റാസ്വിയുടെ ചെയർമാനായി 2016 മാർച്ചിൽ ചുമതലയേറ്റു. 2017-ലാണ് ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അന്നത്തെ പ്രസിഡന്റായിരുന്ന ഹസൻ റുഹാനിയോടായിരുന്നു മത്സരം. ഉപരോധം കൊണ്ട് വലഞ്ഞിരുന്ന ഇറാന് റുഹാനിയുടെ നേതൃത്വത്തിൽ ലോകശക്തികളോട് സഹകരിച്ച് നടപ്പാക്കിയ 2015-ലെ ആണവ ഇടപാട് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ ഈ ഇടപാടിനെതിരെ ആയിരുന്നു ഇദ്ദേഹം. അന്നത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തന്നെ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം തുടങ്ങി. 2021 ജൂണിൽ 62% വോട്ടോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ആകെ ജനസംഖ്യയിൽ 48.8% പേർ മാത്രമാണ് വോട്ട് ചെയ്തത്. നിരവധി സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നതിൽ നിന്ന് തടഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അടുത്ത ഉപരോധത്തെ തുടർന്ന് രാജ്യം ദാരിദ്ര്യത്തിൽ മുങ്ങിത്താഴുമ്പോഴും പ്രതിരോധ ബജറ്റിനായി വൻ തുക നീക്കിവെച്ചത് കടുത്ത വിമർശനം ക്ഷണിച്ചു വരുത്തി. 2022-ൽ മത പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കെ മഹസമിനി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം ഇദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിലായിരുന്നു അറസ്റ്റ്. ഒട്ടേറെ പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്.